10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് എല്ലാ പരീക്ഷകളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ സെന്ററിൽ പഠിക്കുന്ന മക്കൾ എല്ലാവരും കൂടെ വന്നിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവരെല്ലാവരും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇനി അടുത്തത് 11ാം ക്ലാസ് ആണ്. ഈ 11ാം ക്ലാസ്സിൽ ഞങ്ങൾ അത്രയും കാര്യമായിട്ടൊന്നും ഇത്രയും എഫേർട്ട് 10ാം ക്ലാസ്സിൽ എടുത്ത എഫേർട്ടൊന്നും ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് പോകുന്നത്. 12ാം ക്ലാസ്സിൽ ഞങ്ങൾ ഇനി തിരിച്ചു വരും, അന്ന് നല്ല എഫേർട്ടോട് കൂടി വീണ്ടും എടുത്ത് പഠിക്കാം, വീണ്ടും ഇരുന്നത് പോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, 11ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന്റെ ഏറ്റവും ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷമാണ്. ഈ വർഷത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി ആഘോഷിക്കണം, നന്നായി അടിച്ചു പൊളിച്ച് നടക്കണം, അതിലൊരു സംശയമില്ല. എന്നാൽ 11ാം ക്ലാസ് പഠിക്കണ്ട എന്ന് തീരുമാനിക്കരുത്. 11ാം ക്ലാസ്സിലെ ബേസിക്സ്, ഇപ്പൊ സയൻസോ കോമേഴ്സോ എടുക്കുന്ന കുട്ടികളുടെ ആദ്യ ഭാഗങ്ങൾ, അതായത് ഹയർ സ്റ്റഡീസിലേക്കുള്ള ആദ്യ ഭാഗങ്ങൾ പഠിക്കുന്ന കാലഘട്ടമാണ് 11. ഈ 11 നിങ്ങൾ സീരിയസ് ആയി എടുക്കാതെ അതിലെ പാഠഭാഗങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം, അതായത് +2 എത്തുമ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ മനസ്സിലാകാതെ വരും. കാരണം ആ അഡ്വാൻസ്ഡ് പാഠഭാഗങ്ങളുടെ ബേസിക്സ് കിടക്കുന്നത് +1 ആ സമയത്ത് +2 ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അപ്പോൾ നിങ്ങൾ +1 അടിച്ചു പൊളിച്ച് നടക്കും, ഞങ്ങൾ പഠിക്കൊന്നുമില്ല, ഇനി +2 പഠിക്കുള്ളൂ, +1 ജസ്റ്റ് പാസിന് വേണ്ടി പഠിക്കും, അത് കഴിഞ്ഞ് +2 ഞങ്ങൾ പഠിക്കുള്ളൂ എന്ന് പറയുന്ന മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. എസ്പെഷ്യലി CBSE-കാർക്ക് +1 സ്കൂൾ എക്സാമേ ഉള്ളൂ, പാസ്സായാൽ മതി, നല്ല മാർക്കിന്റെ ആവശ്യമില്ല, അത് ബോർഡ് എക്സാം അല്ല. +2 ബോർഡ് എക്സാം ഉള്ളത്. അവരാണ് കൂടുതൽ ഈ അഭിപ്രായം പറയുന്നത്. കാരണം +1 അത്യാവശ്യം അടിച്ചു പൊളിച്ചൊക്കെ നടക്കാം, +2 നന്നായി പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ +1ഉം +2ഉം കൂടി ഒരുമിച്ചല്ല +2 എക്സാം. +2 എക്സാമിനേഷൻ എന്ന് പറയുന്നത് +2 ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്താണ്. അപ്പൊ +1 പോർഷൻ നമുക്ക് പിന്നീട് പഠിക്കാനുള്ള അവസരം കിട്ടില്ല. +1 ബേസ് കൃത്യമായിട്ടില്ലെങ്കിൽ +2 അഡ്വാൻസ്ഡ് പോർഷൻ, ഫിസിക്സ് കെമിസ്ട്രി ഒന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. മാത്രമല്ല കോമേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ അക്കൗണ്ടൻസി ഒന്നും നിങ്ങൾ നോക്കണ്ട. അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ബേസ് മുഴുവൻ പറഞ്ഞു പോകുന്നത് നമ്മളുടെ +1 ക്ലാസ് റൂമിലാണ്. +2 അതിൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ +2 കാര്യങ്ങൾ നന്നായി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ +1 നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വലിയ മാർക്ക് കിട്ടണം, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങളുടെ രാവും പകലും കളഞ്ഞ് പഠിക്കണം എന്നല്ല ടീച്ചർ പറയുന്നത്. എങ്കിൽ പോലും ഡെയിലി ഒരു 2-3 മണിക്കൂർ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ പാഠഭാഗങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പോവാനും ബേസിക്സ് ക്ലിയർ ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോവാനും തീരുമാനം എടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ +2 ചെന്ന് നല്ല എഫേർട്ട് ഇട്ട് ഞാൻ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കോളാം എന്ന് പറയുന്ന ഈ ഡയലോഗ് ഉണ്ടല്ലോ, ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. ആ ഒരു വർഷം പോരാതെ വരും നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് +2 പാഠഭാഗങ്ങൾ പഠിക്കാനായിട്ട്.